നമസ്കാരം. അങ്ങനെ നല്ലൊരു ഓണം കൂടി കടന്നുപോയി. എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും വളരെയധികം എൻജോയ് ചെയ്തു ഇത്തവണത്തെ ഓണം. അടിച്ചു പൊളിച്ചു. നിങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ റിലാക്സിങ് മൂഡിലായിരിക്കും അല്ലേ? എല്ലാവർക്കും പല പല ഓണ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അത് ഓണക്കോടിയാവാം, ഓണക്കിറ്റാവും, അല്ലെങ്കിൽ മറ്റു പല രൂപത്തിലാവാം. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കാനുള്ള ഒരു സമയം കൂടിയാണല്ലോ ഇപ്പോൾ. അപ്പോൾ എനിക്കും പല പല ഓണ സമ്മാനങ്ങൾ കിട്ടി. അതിൻ്റെ കൂടെ എനിക്കൊരു വലിയൊരു ഓണ കിറ്റും കിട്ടി. അപ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ആ ഓണ കിറ്റാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഓണ കിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഓണക്കിറ്റ്. എന്നെക്കാട്ടി വലിപ്പമുണ്ട് കേട്ടോ. 2 പേര് വേണം ഇത് തൂക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു ക്ലോത്താണ്. എനിക്ക് തോന്നുന്നു ചുരിദാർ മെറ്റീരിയലാണെന്ന്. പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ, പത്മാന്ന്. പ്രതീക്ഷിച്ച പോലെ തന്നെ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഓറഞ്ചിൽ ബ്ലാക്ക് പ്രിൻ്റായിട്ട് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റ്. പ്ലെയിൻ ബ്ലാക്ക് പൈജാമ. ദുപ്പട്ട നോക്കാം എങ്ങനത്തെയാണെന്ന്. ഓക്കെ, വാവ്, ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട. എങ്ങനെയുണ്ട്? ഒരു ബോർഡറും കൂടി ഉണ്ട്, ഓറഞ്ച് കളർ. അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ലോറിയലിൻ്റെ മോയ്സ്ചർ ഫീൽഡ് ഷാംപൂ ആണ്. 6 സാഷേ ഉണ്ട്, 2 കൂടെ ഉണ്ട്. 6 സാഷേ ലോറിയലിൻ്റെ. അടുത്തത് എൻചാൻഡറിൻ്റെ ബോഡി ലോഷൻ്റെ 2 ചെറിയ ബോട്ടിലാണ്. ഹലോ കമ്പനീസ്, നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് കൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്യുവാണ് ഈ അവസരത്തിൽ. അടുത്തത് എൻചാൻഡറിൻ്റെ തന്നെ ടാൽക്കം പൗഡറാണ്, 1 ബോട്ടിൽ. മിക്സിയുടെ നൂഡിൽസിൻ്റെ വലിയൊരു പാക്കറ്റ്. നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാവും. അടുത്തത് ബ്രിട്ടാനിയ ഗുഡ് ഡേയുടെ ചെറിയൊരു പാക്കറ്റ്. അടുത്തത് ഓറഞ്ച് ഫ്ലേവറുള്ള ഒരു വേഫറിൻ്റെ പാക്കറ്റ്. അടുത്തത് എലൈറ്റ് കമ്പനിയുടെ പാലട പായസം മിക്സ്. വീണ്ടും ഒരു പായസം മിക്സ് ഉണ്ട് കേട്ടോ. അത് ടേസ്റ്റി നിബിൾസിൻ്റെ ആണ്. എഗെയിൻ പാലട പായസം മിക്സ്. അടുത്തത് വന്നിട്ട് ഒരു ചെറിയൊരു ലോലിപോപ്പാണ്. അടുത്തത്
ദേവ് കമ്പനിയുടെ മിക്സ്ചറിൻ്റെ ഒരു പാക്കറ്റ്. അടുത്തത് കോൾഗേറ്റിൻ്റെ ചെറിയൊരു ടൂത്ത് പേസ്റ്റിൻ്റെ പാക്കറ്റ്. അടുത്തത് ടപ്പിയോക്ക ചിപ്സിൻ്റെ ഒരു പാക്കറ്റ്. അടുത്തത് പവിഴം കമ്പനിയുടെ മുട്ട പച്ചരി റോ റൈസിൻ്റെ ഒരു പാക്കറ്റ്. അടുത്തത് അമലാസ് കമ്പനിയുടെ ടൊമാറ്റോ മുറുക്കാണ്. നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും ടൊമാറ്റോ മുറുക്ക്. അടുത്തത് ചെറിയൊരു കാഷ്യൂനട്ടിൻ്റെ പാക്കറ്റാണ്. അടുത്തത് പപ്പടത്തിൻ്റെ 2 പാക്കറ്റ്. ഒന്ന് RR കമ്പനിയുടെ, മറ്റേതിൽ പേരൊന്നുമില്ല, ചെറുതും വലുതും 2 പാക്കറ്റ്. അടുത്തത് എലൈറ്റ് കമ്പനിയുടെ ഡ്രീം ചോക്കോ കേക്കിൻ്റെ ഒരു പാക്കറ്റ്. വായിൽ വെള്ളം മൂറുന്നുണ്ടല്ലേ, ഒരു രക്ഷയില്ല. അടുത്തത് ചെറിയൊരു പാക്കറ്റ് ശർക്കരപ്പട്ടി, കമ്പനിയുടെ പേരൊന്നുമില്ല. അടുത്തത് ചെറിയൊരു പ്ലേറ്റാണ്, സ്നാക്സൊക്കെ കഴിക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ചോറും പറ്റില്ല, ചെറുതാണ്. അടുത്തത് പിക്കിളിൻ്റെ ഒരു പാക്കറ്റ്, നാരങ്ങയുടെ ആണെന്ന് തോന്നുന്നു. പേരോ കമ്പനിയുടെ പേരോ ഒന്നുമില്ല. അടുത്തത് ക്യാമൽ കമ്പനിയുടെ ആൽക്കഹോൾ ഫ്രീ ബിയറിൻ്റെ ഒരു ക്യാനാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ, കഴിച്ച് നോക്കിയിട്ട് പറയാം മറ്റൊരു വീഡിയോയിൽ. ഓക്കെ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരിക. ഓക്കെ, ആൽക്കഹോൾ ഫ്രീ ആണേ. അടുത്തത് ലേസിൻ്റെ ക്രീം ആൻഡ് അണിയൻ ഫ്ലേവർ ചെറിയൊരു പാക്കറ്റ്. അടുത്തത് മേജർ കമ്പനിയുടെ റോസ്റ്റഡ് വെർമിസെല്ലിയുടെ ഒരു പാക്കറ്റ്. അടുത്തത് ഡബിൾ ഹോഴ്സ് കമ്പനിയുടെ വൈറ്റ് പുട്ടുപൊടി. അടുത്തത് AVTയുടെ ചെറിയൊരു കോഫി പൗഡറിൻ്റെ പാക്കറ്റ്. 1 ടൈം യൂസ്, 1 ടൈമിൽ 2 ടൈംസ് ഉണ്ടാക്കാം. 2 കപ്സ് ഉണ്ടാക്കാൻ തോന്നുന്നു. അടുത്തത് H&H കമ്പനിയുടെ വിനെഗറിൻ്റെ ഒരു ബോട്ടിൽ. ഓക്കെ, അടുത്തത് RKT കമ്പനിയുടെ സോയാ ബോൾസ് ആണ്. അടുത്തത് PG കമ്പനിയുടെ കായം പൗഡർ. അടുത്തത് അജ്മി കമ്പനിയുടെ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. പുട്ടുണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ, വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും ഒരു അച്ചാറാണ്, കട്ട് മാംഗോയുടെ ചെറിയൊരു ബോട്ടിൽ. അടുത്തത് ടാമറിൻ്റെ
ഒരു പാക്കറ്റാണ്. കമ്പനിയുടെ പേരൊന്നുമില്ല. കണ്ടാൽ ഹൽവ പോലെ ഉണ്ട് കേട്ടോ. പുളിയായാലും നാവിൽ വെള്ളം ഉറങ്ങുന്നുണ്ട്. നിങ്ങളുടെയോ? അടുത്തത് RKTയുടെ ഉലുവ പാക്കറ്റ്. വീണ്ടും ഒരു ഉലുവ പാക്കറ്റാണ്. അത് H&H കമ്പനിയുടെയാണ്. RKT കമ്പനിയുടെ തന്നെ കടുകിൻ്റെ ഒരു പാക്കറ്റ്. അടുത്തത് ഒരു പാക്കറ്റാണ് ഹൈ റേഞ്ച് കമ്പനിയുടെ ഉലുവ, കടുക്, ചൗവരി, ജീരകം, സോയ ബോൾസ് എല്ലാം ഓൾമോസ്റ്റ് ഇതിലുള്ള മിക്കവാറും സാധനങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഞാനിത് പൊട്ടിക്കുന്നില്ല. ലെങ്തി വീഡിയോ ആണ്, നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, അടുത്തത് ഒരു ഹോം മെയ്ഡ് ഫുഡ്സ് കമ്പനിയുടെ റൈസ് പൗഡറാണ്. ഓക്കെ, അടുത്തത് ലോറിയലിൻ്റെ മോയ്സ്ചർ ഫീൽഡ് ഷാംപൂ 4 പാക്കറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 8 പാക്കറ്റ്സ്. അടുത്തത് എക്സോയുടെ ഡിഷ് വാഷ് ബാർ ചെറുത് 2. ലാസ്റ്റായിട്ട് ഒരു ക്ലീനിങ് ലോഷനാണ്, പെർഫ്യൂംഡ് ക്ലീനിങ് ലോഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഓണം കിറ്റ്. എങ്ങനെയുണ്ട്? ബോറടിച്ചോ വീഡിയോ?